നമ്മൾ തിയറി പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ കുറച്ച് NCERT എന്നുള്ള എക്സർസൈസ് ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ അല്ല, സോൾവഡ് എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ സമയം കളയലാണ്. കാരണം അതിൻ്റെ സൊല്യൂഷൻ ഓൾറെഡി അതിലുണ്ട്. അപ്പോൾ നമുക്ക് NCERTയിലുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ സെഷനോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഈ ചാപ്റ്ററിന് സെപ്പറേറ്റ് ആയിട്ടുണ്ടല്ലോ, ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ വിത്ത് കോമ്പൻഡിയം നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ റേ ഒപ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞാൽ റേ ഒപ്റ്റിക്സ് കഴിഞ്ഞാൽ വേവ് ഒപ്റ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, അത് കഴിഞ്ഞ് നമുക്ക് മാഗ്നറ്റിസത്തിൻ്റെ കോമ്പൻഡിയം ഡിസ്കഷൻ വരുന്ന സമയത്ത് വി ക്യാൻ ഡിസ്കസ് മോർ ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ്. അന്ന് തന്നെ അപ്പം തന്നെ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ഡു അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഓൾസോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് ഈ ഒരു സെഷൻ നമുക്ക് NCERT എന്നുള്ള കുറച്ച് എക്സർസൈസ് ക്വസ്റ്റ്യൻസ്, ഞാൻ അതിൻ്റെ നമ്പർ പറയുകയുള്ളൂ. ആ നമ്പറിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് NCERT എടുത്ത് വെച്ച് ആ എക്സസൈസ് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നോക്കണം. അല്ലാതെ ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അതൊരു സ്ലൈഡായിട്ട് ടൈപ്പ് ചെയ്തിടാൻ അറിയാണ്ടല്ല, പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണം എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ മാത്രമേ പറയുള്ളൂ, അതിൻ്റെ വാല്യൂസും പറയും. ആൻഡ് വി വിൽ ഡു ദ ക്വസ്റ്റ്യൻസ്. ആ ചെയ്യുന്ന സമയത്ത് അതാത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ NCERT എടുത്ത് വെച്ചോളൂ. ആ ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഓൾ സബ്ജക്ട്സ്. അത് നിങ്ങൾ ഒരു തവണ നീറ്റ് എഴുതുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ ഫ്രം NCERT എക്സസൈസ് വി വിൽ സ്റ്റാർട്ട് വിത്ത് 4.1, 2 and 3 നമ്മൾ ചെയ്തതാണ് ക്ലാസ്സിൽ. We will start with question number 4.4 exercise and page number 169. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ carries a current of 90 ampere in east to west direction. What is the magnitude and direction of the magnetic field 1.5 meter below the line എന്നാണ് ചോദ്യം. അപ്പോൾ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ. സോ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 4.4 ആണ് മക്കളെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4.4. സോ ക്വസ്റ്റ്യൻ നമ്പർ 4.4 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ ക്യാരീസ് എ കറണ്ട് ഓഫ് 90 ആംപിയർ ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. സോ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ഡയറക്ഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ കറണ്ട് 1.5 മീറ്റർ ബിലോ ദ ലൈൻ. അപ്പോൾ ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ, അതിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയുന്നത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ ദിസ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഇങ്ങനെ എടുക്കാം നമുക്ക്. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് അല്ലേ? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് തന്നെയാണല്ലോ. അതെ, ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്. ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് 1.5 മീറ്റർ ബിലോ ഈ വയറിൽ നിന്ന്. ഇപ്പോൾ ഓവർഹെഡ് പവർ ലൈൻ ആയതുകൊണ്ട് യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ആൻ ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടിങ് വയർ. അപ്പോൾ ഇതിൽ നിന്ന് 1.5 മീറ്റർ താഴെ, ഇവിടെ 1.5 മീറ്റർ താഴെ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദിസ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഇതിനുവേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. യു ക്യാൻ യൂസ് ഫോർ എ ലോങ് സ്ട്രൈറ്റ് വയർ ദ മാഗ്നറ്റിക് ഫീൽഡ് B is equal to μ0 I divided by 2 πr ആണ്. സോ μ0 മീൻസ് 4 π ഇൻറ്റു 10 raised to -7. കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ തന്നിരിക്കുന്നത്? 90 ആംപിയർ അല്ലേ തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് യെസ് 90 ആംപിയർ ഇൻ ദ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. സോ ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 2 π ഇൻറ്റു ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് എത്രയാണ്? 1.5 മീറ്റർ ബിലോ ദ വയറാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1.5. സോ പൈ ആൻഡ് പൈ വിൽ ബി ക്യാൻസലിങ്. സോ ഇത് 3 ആണ്. ആ 3യും 90യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 30 വരും. സോ ദ ആൻസർ വിൽ ബി 120 ഇൻറ്റു 10 raised to -7 അല്ലെങ്കിൽ 1.2 ഇൻറ്റു 10 raised to -5 ടെസ്ല. സോ വി ഗോട്ട് ദ മാഗ്നിറ്റ്യൂഡ് ആസ് 1.2 ഇൻറ്റു 10 raised to -5 ടെസ്ല. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്, വളരെ എളുപ്പത്തിൽ തന്നെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ 1.5 മീറ്റർ താഴെയുള്ള പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. കറണ്ട് പോകുന്ന എങ്ങോട്ടേക്കാണ് മക്കളെ? കറണ്ട് ഈസ് ഫ്ലോയിങ് ടുവേഴ്സ് വെസ്റ്റ് ഫ്രം ഈസ്റ്റ്. സോ ഇങ്ങോട്ടേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. സോ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് അറ്റ് ദിസ് പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് എലോങ്
ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ നോർത്ത് പോളും താഴെ സൗത്ത് പോളും അല്ലേ. സോ അറ്റ് ദിസ് പോയിന്റ് ഡ്യൂ ടു ദ കറന്റ് ഫ്ലോയിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 1.2 × 10⁻⁵ ടെസ്ല ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇവിടെ ഡൗൺ എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി, ഇതല്ല ഡയറക്ഷൻ വരുന്നത്. ഇങ്ങനെ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്ക്. സോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്. നമ്മുടെ മറ്റ് 4 ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി, യു വിൽ ഗെറ്റ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മളവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കുന്നത്. ഒന്നുകിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് തന്നെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ വെക്ടർ നൊട്ടേഷനിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഐഡിയൽ ക്രോസ് ആർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇവിടെ ഐഡിയൽ ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഐഡിയൽ വരുന്നത് ഈ ഡയറക്ഷനിലാണ്, അതായത് എങ്ങോട്ടേക്ക്? ഈ പറഞ്ഞ ലെഫ്റ്റ് ഡയറക്ഷനിൽ. അപ്പോൾ അത് -i എന്ന് വരും. ഇപ്പോൾ -i, പിന്നെ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ വരുന്നത് ജെയുടെ വാല്യൂ വരും, ഇത് -j വരും. അപ്പോൾ ഐഡിയൽ ക്രോസ് ആർ എന്ന് പറയുമ്പോൾ -i ക്രോസ് -j, അതാണ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ എന്ന് വരും. അപ്പോൾ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ എന്ന് വന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ അത് സൗത്ത് ആണോ നോർത്ത് ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ കുറേ കൂടെ എളുപ്പമാണ്. കാരണം മറ്റേത് നമുക്ക് കിട്ടും -i ക്രോസ് -j = -k ആണല്ലോ. കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പറാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയേണ്ടി വരും? ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതിന് എളുപ്പം തമ്പ് റൂളാണ്. ഓക്കെ, സോ ആഫ്റ്റർ ദിസ് വി മേ ഗോ ടു ദ വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ in the NCERT exercise, that is 4.5. Question ഇതായിരുന്നു, what is the magnitude of the magnetic field, magnetic force per unit length? What is the magnitude of the magnetic force per unit length on a wire carrying a current of 8 ampere and making an angle of 30 degree with the direction of the uniform magnetic field of 0.15 Tesla? Magnetic force per unit length ആണ്. You know the magnetic force acting on the particle is equal to BIL sin theta ആണെന്ന് അറിയാം. മക്കളെ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 4.5 ആണ് NCERT 4.5. ഇവിടെ ടോട്ടൽ ഫോഴ്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്, വി ഹാവ് ടു ഫൈൻഡ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇത് ടോട്ടൽ ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് F/L ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു BI sin theta. എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ എ വയർ കാരിങ് എ കറണ്ട് ഓഫ് 8 ആംപിയർ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൊടുത്തിരിക്കുന്നത് 50.15 ടെസ്ലയാണ്. അപ്പോൾ 0.15 ഇൻറ്റു കറണ്ടിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 8 ആംപിയർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ആണെങ്കിൽ sin theta is equal to 1/2 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എത്ര വന്നു? 0.15 ഇൻറ്റു ഇത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 0.6 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ഇവിടെ നമ്മളോട് ഫോഴ്സ് അല്ല പറഞ്ഞിരിക്കുന്നത്, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ 0.6 ന്യൂട്ടൺ പെർ മീറ്റർ ഇസ് ദ ആൻസർ. ഓക്കെ, സോ വി മേ ഗോ ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നമ്പർ 4.6 ആണ്. സോ ആ ക്വസ്റ്റ്യൻ നോക്കിക്കുക നിങ്ങൾ ഓരോരുത്തരും. 4.6 ക്വസ്റ്റ്യൻ പറയുന്നതാണ്, എ 3 cm വയർ ക്യാരിയിങ് എ കറണ്ട് ഓഫ് 3 ആംപിയർ is placed inside a solenoid. നല്ല ക്വസ്റ്റ്യൻ ആണ്. എ 3 cm wire carrying a solenoid of 10 ampere is placed inside a solenoid perpendicular to its axis. What is the magnetic field inside the solenoid is found to be 0.27 Tesla. Then what is the magnetic force acting on the wire? 3 cm വയർ, അതിലൊരു 10 ആംപിയർ കറണ്ട് വരുന്നുണ്ട്. അതിനെ നമ്മൾ സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സോളിനോയിഡ് വിചാരിക്കാം. ഇതാണ് നമ്മളുടെ സോളിനോയിഡ്. ഇത് സോളിനോയിഡിൻ്റെ ആക്സിസ് ആയിട്ട് വിചാരിച്ചോളൂ. ദിസ് ഈസ് സപ്പോസ് ടു ബി ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ്. ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ട്. ഇതിനകത്ത് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, ഇറ്റ് ഈസ് 0.27 ടെസ്ല. അപ്പോൾ ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ B ഈക്വൽ ടു 0.27 ടെസ്ലയാണ്. ഇതിനകത്ത് നമ്മളൊരു വയർ കൊണ്ടുവയ്ക്കുക, ഒരു കറണ്ട് ക്യാരിയിങ് വയർ കൊണ്ടുവയ്ക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കറണ്ട് ക്യാരിയിങ് വയർ കൊണ്ടുവയ്ക്കുന്നത്? പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ്. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മക്കളെ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് വയർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് വയർ ഉണ്ട്, ഇതിലുള്ള കറണ്ട് I ആണ്. ഇതിലിപ്പോൾ കറണ്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വയറിലേക്ക് കറണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പുറത്തുനിന്നൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ട്, അതെങ്ങനെയെന്നുള്ള ചോദ്യം ആർക്കെങ്കിലും തോന്നിയാലത്തെ മാത്രം മതി,
ഇതിനകത്ത് നമ്മളൊരു കറണ്ട് ഫ്ലോ ചെയ്യിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കറണ്ട് ക്യാരിങ് വയർ ഇരിക്കുന്നത് എവിടെയാണ്? മാഗ്നറ്റിക് ഫീൽഡിന് അകത്താണ്. സോ നാച്ചുറലി അതിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഫോഴ്സ് എത്രയാണ്? BIL സൈൻ തീറ്റയാണ് അതിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഫോഴ്സ്. പക്ഷേ അത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ സോളിനോയിഡിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനകത്ത് 0.27 ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ് വന്നത്. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്താ മക്കളെ? ഇതല്ലേ, ആക്സിസിന് പാരലായിട്ടല്ലേ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് വരും. സോ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ കറണ്ട് ഓഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ആർ പെർപെൻഡിക്കുലർ. സോ നമുക്ക് BIL സൈൻ തീറ്റ എന്ന് എടുക്കണ്ട, പകരം എന്തെടുത്താൽ മതി? ഇറ്റ് ഈസ് BIL. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു BIL എന്ന് പറയുമ്പോൾ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, 0.27 ടെസ്ലയാണ്. ആൻഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ? 10 ആംപിയർ ആണ്. സോ ഇറ്റ് ഈസ് 10 ആംപിയർ. പിന്നെ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ പറഞ്ഞിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 3 × 10⁻². സോ ദ വാല്യൂ ഓഫ് ദ ഫോഴ്സ് വിൽ ബി, ഇതിപ്പോൾ വരുന്ന എത്രയാണ്? 2.7. 2.7 × 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 8.1 × 10⁻² Tesla is the force experienced. This is the question number 4.6. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The next question is 4.7. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ 4.7 എന്തായിരുന്നു? 2 long parallel straight wires A and B carrying currents of 8 ampere and 5 ampere along the same direction. മക്കൾ മറന്നുണ്ടാവില്ല, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, കറണ്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ they will be attracting each other എന്ന് പറഞ്ഞത്. 2 ലോങ് സ്ട്രൈറ്റ് വയേഴ്സ് ക്യാരിയിങ് കറണ്ട്, ഇത് A ആണ്, ഇത് B ആണ്, ഇതിൽ 8 ആംപിയർ, ഇതിൽ 5 ആംപിയർ. സോ there must be a force of attraction between these two because of the same direction current. They are separated by എത്രയായിരുന്നു? 4 സെൻറ്റിമീറ്റർ ആണ് അവരുടെ സെപ്പറേഷൻ ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്. സോ ദേ ആർ സെപ്പറേറ്റഡ് ബൈ 4 സെൻറ്റിമീറ്റർ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലോങ് സ്ട്രൈറ്റ് വയർ ആണ്. സോ നമുക്ക് μ0I/2πr ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വരുന്നത്. വാട്ട് ഈസ് ദ ഫോഴ്സ്? എന്താ ചോദിച്ചിരിക്കുന്നത്? എസ്റ്റിമേറ്റ് ദ ഫോഴ്സ് ഓൺ 10 സെൻറ്റിമീറ്റർ ഓഫ് ദ വയർ A. ഈ A എന്ന് പറയുന്ന വയറിനകത്ത് ഒരു 10 സെൻറ്റിമീറ്റർ ലെങ്ത് നിങ്ങൾ കൺസിഡർ ചെയ്തത്. ഇതിൻ്റെ ലെങ്ത് അറിയില്ല നമുക്ക്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്താൽ ആ സെഗ്മെൻറ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാലോ, വി ഹാവ് ഡിറൈവ്ഡ് ആൻ ഇക്വേഷൻ. അതായത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. ദിസ് ഇസ് ഈക്വൽ ടു μ0I1 I2 ഡിവൈഡഡ് ബൈ 2πr ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ഇവിടെ 1 മീറ്ററിന് ഇത് ദിസ് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ മീറ്റർ ആണ്. 1 മീറ്ററിന് ഇത്ര ഫോഴ്സ് കിട്ടുന്നുണ്ട്, μ0I1 I2 ഡിവൈഡ് ബൈ 2πr. നമുക്ക് വേണ്ടത് എന്താ? 10 സെൻറ്റിമീറ്ററിന് കിട്ടുന്ന ഫോഴ്സ് ആണ്. അതായത് ദ റിക്വയർഡ് ഫോഴ്സ് F ഇസ് ഈക്വൽ ടു F × L, ദാറ്റ് ഇസ് ഈക്വൽ ടു μ0I1 I2 L ഡിവൈഡ് ബൈ 2πr. ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര മക്കളെ വരിക? μ0/2π എന്ന് പറഞ്ഞാൽ μ0യുടെ വാല്യൂ ഞാൻ ഒന്ന് കാൽക്കുലേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഇത് 4π × 10⁻⁷ ആണ്, ഇത് 2π ആണ്. അപ്പോൾ അത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കി വരുന്ന ആരാണ്? ഒരു 2 × 10⁻⁷. I1 I2 എന്ന് പറഞ്ഞാൽ 8 5 40 അല്ലേ? ഇറ്റ് ഈസ് 40 × 10 സെൻറ്റിമീറ്റർ ഓഫ് ദ വയറിലുള്ളതല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 × 10⁻², ദാറ്റ് ഈസ് 10⁻⁻1 മീറ്റർ ഹോൾ ഡിവൈഡർ ബൈ, ഇതെന്തായാലും പോയല്ലോ, ബാക്കി അവിടെ ഉള്ളത് ആരാണ്? 6 മാത്രമാണ്. 6 എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ ആണ്, ദാറ്റ് ഈസ് 4 × 10⁻². അപ്പോൾ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇത് 10 ആണ്, അതും 10ഉം 10⁻⁻1 ക്യാൻസൽ ആയിപ്പോയി. സോ ദ ഫൈനൽ ആൻസർ എത്ര വന്നു മക്കളെ? 2 × 10⁻⁻5 ടെസ്ല എന്ന് നമുക്ക് ആൻസർ കിട്ടും. 2 × ഇവിടെ ഒരു 10⁻⁻7 ഉണ്ട്, ഇവിടെ ഒരു 10⁻⁻2 ഉണ്ട്. സോ ദ ആൻസർ ഈസ് 2 × 10⁻⁻5 ടെസ്ല. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനി. അതായത് നമ്മൾ 4.7 ആണ് ഡിസ്കസ് ചെയ്ത്. സോ കം ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 4.8. എ ക്ലോസ്ലി വൗണ്ട് സോളിനോയിഡ് 80 സെൻറ്റിമീറ്റർ ലോങ്, സോളിനോയിഡ് 80 സെൻറ്റിമീറ്റർ ലോങ് ഹാസ് 5 layers ഓഫ് വൈൻഡിങ്സ് 400 ടേൺസ് ഈച്ച്. സോ ഫസ്റ്റ് നമുക്ക് അതൊന്ന് നോക്കാം. അതായത് 400 ടേൺ ഉള്ള അല്ലെങ്കിൽ 400 വൈൻഡിങ് ഉള്ള 5 ലെയറുകളാണുള്ളത്. സോ സോളിനോയിഡിൻ്റെ ലെങ്ത്ത് പറയുന്നുണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ സോളിനോയിഡ് ഉണ്ടെങ്കിൽ മക്കളെ ഈ 80 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് സോളിനോയിഡിൻ്റെ ലെങ്ത് ആണ്, ഈ വയറിൻ്റെ ലെങ്ത് അല്ല. പലർക്കും അങ്ങനെ തെറ്റിദ്ധരിക്കും. ദിസ് ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് മീൻസ് ലെങ്ത് ഓഫ് ദ വൈൻഡിങ്സ്. അപ്പോൾ ഇതിൽ 5 ലെയറുകളുണ്ട്. ഓരോ ലെയറിനകത്തും 400 ടേൺ ആണെങ്കിൽ
ടോട്ടൽ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ 5 ലെയർ ഉണ്ട്. ഒരു ലെയറിനകത്ത് എത്ര വൈൻഡിങ് ഉണ്ട്? 400 വൈൻഡിങ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ 400 വൈൻഡിങ് എന്ന് പറഞ്ഞാൽ 400 ടേൺ. ഓരോ ലെയറിനകത്ത് 400 ടേൺ. 5 ലെയർ ഉണ്ടെങ്കിൽ 5 × 400 ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് വരുന്നത് 2000 ടേൺസ് ആണ് വരുന്നത്. ഇനി ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് 80 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എത്ര വരും? ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ലെങ്ത്, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2000 ഡിവൈഡഡ് ബൈ 80 സെൻറ്റിമീറ്റർ ആണ്, മറക്കരുത്. 80 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 80 × 10⁻² മീറ്റർ എന്ന് വരും. അതവിടെ കിടന്നോട്ടെ. സിംപ്ലിഫൈ ചെയ്യാനൊന്നും ഇപ്പോൾ പോകണ്ട, നമുക്ക് പിന്നീട് സിംപ്ലിഫൈ ആയിക്കോളൂല്ലോ. എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് നിയർ ഇറ്റ് സെൻറ്റർ ഇഫ് ദ കറണ്ട് ക്യാരിഡ് ബൈ ദ സോളിനോയിഡ് ഈസ് 8 ആംപിയർ. സോ നമ്മളുടെ അടുത്ത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ് B = μ0 Ni. μ0 എന്ന് പറയുമ്പോൾ 4π × 10⁻⁻7. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 × 10⁻³ ഡിവൈഡഡ് ബൈ 8 × 10⁻⁻1. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തതെന്ന് മാത്രം. ഇതിപ്പോൾ 8 × 10⁻⁻1 ആണല്ലോ. കറണ്ട് ക്യാരിഡ് ബൈ ദ സോളിനോയിഡ് എത്രയാണ് മക്കളെ? ഇറ്റ് ഈസ് 8 ആംപിയർ. സോ അവിടെ ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതൊക്കെ നമുക്ക് കളയാം. 8 ക്യാൻസൽ ചെയ്ത് പോയി. സോ ബാക്കി വരുന്നത് 4π × 2 ഒരു 8π കിട്ടും. ബാക്കി വരുന്നത് എന്താ? ഇവിടെ ഒരു 10⁻⁻1 ആണുള്ളത്. 8 × 10⁻⁻1. അപ്പോൾ 8 × 10⁻⁻1 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 10⁻⁻1 എടുത്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 8π × 10⁻⁻7 പ്ലസ് അല്ല ഇൻറ്റു 10⁻⁻4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8π ഇൻറ്റു അല്ല സോറി 10⁻⁻4 അല്ലല്ലോ, 10⁻+4 ആണ്. അതെനിക്ക് വന്ന മിസ്റ്റേക്കാണ്. സോ 8π ഇൻറ്റു ഇവിടെ ഒരു 10⁻⁻7, ഇവിടെ ഒരു 10⁻⁴. സോ 8π ഇൻറ്റു 10⁻⁻3 ടെസ്ല എന്ന് നമുക്ക് ആൻസർ കിട്ടും. 8π × 10⁻⁻3. ഇവിടെ യെസ്, കാൽക്കുലേഷൻ ഇസ് ഫൈൻ. 8π × 10⁻⁻3. ഇത് കഴിഞ്ഞാൽ വി മേ ഗോ ടു ദ നെക്സ്റ്റ് വൺ, അതായത് NCERT തന്നെ. നെക്സ്റ്റ്, ദ വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4.9. A square coil of side 10 cm consists of 20 turns and carries a current of 12 ampere. Square coil, side 10 cm, carries a current of 12 ampere. The coil is suspended vertically and normal to the plane of coil is suspended vertically and the normal to the plane of the coil makes an angle of 30 degree with the direction of a uniform magnetic field of magnitude 0.8 ടെസ്ല. നമുക്ക് ആ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതിന് തുടങ്ങാം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ എല്ലാവരും. ദ കോയിൽ ഈസ് സസ്പെൻഡഡ് വെർട്ടിക്കലി ആൻഡ് നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു സം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതാണ് ഇപ്പോൾ നമ്മുടെ കോയിൽ. നോക്കട്ടെ, നമ്മുടെ കോയിൽ വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. വേണ്ട, ഞാൻ തന്നെ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് കോയിൽ, സോറി, ഇതാണ് നമ്മളുടെ സ്ക്വയർ കോയിൽ എന്ന് വിചാരിക്കുക. ഇത് ഞാൻ ഇങ്ങനെ വെർട്ടിക്കലി സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, സൈഡ് വാല്യൂ തന്നിട്ടുണ്ട്. ഇതിൻ്റെ നോർമൽ ടു ദ കോയിൽ എന്ന് പറഞ്ഞാൽ ആ നോർമൽ ടു ദ കോയിലിനെയാണ്, പ്ലെയിൻ ഓഫ് ദ കോയിലിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഏരിയൽ വെക്ടർ എന്ന് പറഞ്ഞത്. ഏരിയൽ വെക്ടർ. ഈ ഏരിയൽ വെക്ടർ ഈ ഡയറക്ഷനിലായിരിക്കുമല്ലോ. അതായത് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പേപ്പറാണ് കോയിൽ വിചാരിക്കും, ഇങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയൽ വെക്ടർ ഇങ്ങോട്ടേക്കാണ്. ഈ ഏരിയൽ വെക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട്, അവിടെ നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദ ഏരിയൽ വെക്ടർ മേക്സ് എൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ് us കൺസിഡർ ദിസ് ടു ബി ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അതുണ്ടാക്കുന്ന ആംഗിൾ സപ്പോസ് തീറ്റയാണ്. ദിസ് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു കറണ്ട് ക്യാരിയിങ് കോയിലല്ലേ, അതിലെ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് 20 ടേൺസ്, എ സ്ക്വയർ കോയിൽ ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ ആൻഡ് 20 ടേൺസ് ക്യാരീസ് എ കറണ്ട് ഓഫ് 12 ആംപിയർ. സോ ഇതിനെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലൂടെയുള്ള കറണ്ടിൻ്റെ വാല്യൂ 20 ആംപിയർ അല്ലേ? അല്ല, തെറ്റിപ്പോയി. 20 ആംപിയർ അല്ല, 12 ആംപിയർ ആണ്. സോറി, 12 ആംപിയർ കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. സൈഡ് ലെങ്ത് വരുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് സൈഡ് ലെങ്ത് വരുന്നത്. സൈഡ് ലെങ്ത് ഈസ് 10 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം.
വാട്ട് ഈസ് ദ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദ കോയിൽ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദ കോയിൽ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഡിറൈവ് ചെയ്താണ് ടോ ഈക്വൽ ടു എം ക്രോസ് ബി എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് നമുക്ക് അതിനെ എം ബി സൈൻ തീറ്റ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഞാനതിനെ എം ബിക്ക് പകരം മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് NIAB സൈൻ തീറ്റ. നമ്പർ ഓഫ് ടേൺസ് എത്രയായിരുന്നു തന്നിട്ടുണ്ടല്ലോ. എ സ്ക്വയർ കോയിൽ ഹാവിങ് 20 ടേൺസ് ആൻഡ് 10 സെൻറ്റിമീറ്റർ സൈഡ്. അപ്പോൾ 20 ടേൺ ഉണ്ട്. കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 12 ആംപിയർ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ നമുക്കതിനെ 0.1 മീറ്റർ എന്ന് പറയാം. ഏരിയ ഓഫ് ദ സ്ക്വയർ കോയിൽ എന്ന് പറയുമ്പോൾ 0.1 സ്ക്വയർ, ദാറ്റ് ഈസ് 10⁻² മീറ്റർ സ്ക്വയർ ആണ് ഏരിയ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടില്ലേ മക്കളെ? എത്രയായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ്? ദ മാഗ്നറ്റിക് ഫീൽഡ് 0.8 ടെസ്ലയാണ്. 0.8 ടെസ്ല. സോ ഇറ്റ് ഈസ് 0.8 ഇൻറ്റു NIAB. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 30 അല്ലേ? സൈൻ 30 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/2. അവിടെ ക്യാൻസൽ ചെയ്ത് കളയാനുള്ളത് കളഞ്ഞു കഴിഞ്ഞാൽ 2 ക്യാൻസൽ ആയിപ്പോയി, 10. പിന്നെ അവിടെ 12 ഇൻറ്റു 8, ഇത് 9.6 ആണ്, ഇൻറ്റു ഒരു 10⁻⁻1. സോ ദ ആൻസർ ഈസ് 0.96 ന്യൂട്ടൺ മീറ്റർ ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോർക്ക്. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 4.11. In a chamber, a uniform magnetic field of 6.5 Gauss എന്ന് പറയുന്നത് CGS യൂണിറ്റ് ആണ്. Gauss to Tesla കൺവേർഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1 Gauss is equal to 10⁻⁻4 Tesla. So 6.5 Gauss ആണ് ആ ചേമ്പറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 6.5 ഇൻറ്റു 10⁻⁻4 ടെസ്ലയാണ് മക്കളെ. ഇനി നോക്കിക്കോളൂ, ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ, അത്ര മാഗ്നറ്റിക് ഫീൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇലക്ട്രോൺ ഈസ് ഷോട്ട് ഇൻ ടു ദ ഫീൽഡ് വിത്ത് എ സ്പീഡ് ഓഫ് 4.8 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. ഇലക്ട്രോൺ ഈസ് ഷോട്ട് നോർമൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ആ സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. ഇലക്ട്രോൺ ഈസ് ഷോട്ട് നോർമൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 4.2 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻ വൈ ദ പാത്ത് ഓഫ് ഇലക്ട്രോൺ ഇസ് എ സർക്കിൾ. അതിൻ്റെ ആൻസർ, ആ ക്വസ്റ്റിൻ്റെ ആൻസർ തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിലുണ്ട്. ഇലക്ട്രോൺ ഈസ് ഷോട്ട് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. അതായത് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ, ഇഫ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോൺ നമ്മൾ എങ്ങനെയാണ് ഷോട്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെയാണ് ഇലക്ട്രോണിനെ ഷോട്ട് ചെയ്യുന്നത്. സോ നാച്ചുറലി അവിടെ ഇലക്ട്രോണിൽ ഇത് ബി ഉണ്ട്, ചാർജ് ഉണ്ട്. ഇലക്ട്രോണിൻ്റെ ചാർജ് -E ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇത് കണ്ടുപിടിക്കാം. ചാർജ് വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി V ആണ്. അപ്പോൾ V ക്രോസ് B മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ വെലോസിറ്റി വെക്ടർ ഓഫ് ഇലക്ട്രോണും രണ്ടും പെർപെൻഡിക്കുലർ ആണ്. സോ നാച്ചുറലി ആ ഇലക്ട്രോൺ എങ്ങനെ വരുള്ളൂ? ഫോഴ്സും വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഫോഴ്സ് വരുന്ന ഏത് ആക്സിസിലായിരിക്കും? ചാർജ് മൂവ് ചെയ്യുന്നത് Y ആക്സിസിൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നത് X ആക്സിസിൽ. സോ ഫോഴ്സ് വിൽ ബി ആക്ടിങ് അലോങ് ഏത് ആക്സിസ് ആയിരിക്കും? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് F ഈക്വൽ ടു EVB ആക്ട് ചെയ്യുന്നത് അലോങ് ദ Z ആക്സിസ് ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് ഫോഴ്സ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് Z ആക്സിസിലും വെലോസിറ്റി ആക്ട് ചെയ്യുന്നത് Y ആക്സിസിലും. സോ അവിടെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ദ പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ അല്ലെങ്കിൽ പാത്ത് ഓഫ് ഇലക്ട്രോൺ വിൽ ബി എ സർക്കുലർ വിത്ത് റേഡിയസ് R ഈക്വൽ ടു, നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞതാണ്, റേഡിയസ് ഓഫ് ദ കർവേച്ചർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ സൈക്ലോട്രോൺ ഈസ് ഈക്വൽ ടു mv ഡിവൈഡഡ് ബൈ QB ആണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്താൽ മാസ് ഓഫ് ഇലക്ട്രോൺ അപ്രോക്സിമേറ്റ്ലി എന്തായിട്ട് എടുത്താൽ മതി? 9 ഇൻറ്റു 10⁻⁻31 ആയിട്ട് എടുക്കുക. വെലോസിറ്റി ഈസ് 4.8 ഇൻറ്റു 10⁻6 ആയിട്ട് എടുക്കുക. ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് 1.6 ഇൻറ്റു 10⁻19 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് 6.5 ഇൻറ്റു 10⁻⁻4 ടെസ്ല. ക്യാൻസൽ ചെയ്യാനുള്ളത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 വരും. അപ്പോൾ 9 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 27 ഡിവൈഡഡ് ബൈ 6.5 ഇൻറ്റു എത്ര വന്നു? ഇവിടെ ഒരു -25, ന്യൂമറേറ്ററിൽ ഒരു -25 വരും, ഇവിടെ ഒരു -23 വരും. സോ ഇൻറ്റു 10⁻2 എന്ന് കിട്ടും. എത്രയല്ലേ വരിക? റേഡിയസ് ഇത്രയും മീറ്റർ എന്ന് വരും. ഈ 27 ഡിവൈഡഡ് ബൈ 6.5 എന്ന് പറഞ്ഞാൽ 6 6 13 13 13 26. അപ്പോൾ 4 വട്ടം എന്തായാലും പോകും. 26 പോയിട്ട് അപ്പോൾ ബാക്കി 1 10. അപ്പോൾ 4.1 10 ബാക്കി, അപ്പോൾ 3.5 35 ആകുമ്പോൾ ഒരു 5 പോകും. സോ 4.15 ഇൻറ്റു 10⁻2 മീറ്റർ ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി നമുക്കതിനെ 4.15 അപ്രോക്സിമേറ്റ് അല്ലല്ല 4.15 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 4.11.
അപ്പോൾ മക്കളെ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ കണ്ടത് എങ്ങനെയാണ് ഒരു കറണ്ട് ക്യാരിയിങ് കോയിലിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അത് പല ഷേപ്പുകൾക്ക്, ലോങ് സ്ട്രെയിറ്റ് വയർ, സർക്കുലർ കോയിൽ, സോളിനോയിഡ്, ടോറോയിഡ്, പിന്നെ അതുപോലെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് സൈക്ലോട്രോൺ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത ചാപ്റ്ററിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ യു വിൽ ബി സീയിങ് അബൌട്ട് ദ പെർമനൻറ്റ് മാഗ്നറ്റിസം. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്, അതിൻ്റെ പല ആപ്ലിക്കേഷൻസ്. ഇതിൽ ഉറപ്പിച്ച് പറയാവുന്നത് നമുക്ക് നേറ്റ് അല്ലെങ്കിൽ JEE എക്സാമുകൾക്ക് കറണ്ട് ക്യാരിയിങ് കോയിൽ, സർക്കുലർ കോയിലിൻ്റെയോ അല്ലെങ്കിൽ ലോങ് സ്ട്രെയിറ്റ് വയറിൻ്റെയോ ക്വസ്റ്റ്യൻ ആയിരിക്കും ഷുവറായിട്ട് ഉണ്ടാവുക. അതിപ്പോഴേ ആ റേഞ്ചിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് പഠിച്ചോളൂ. ഇനി നമുക്ക് കോമ്പൻഡിയം ഡിസ്കഷൻ വരുന്ന സമയത്ത് വി വിൽ ഡു മോർ ക്വസ്റ്റ്യൻസ്. NCERT അല്ല, ഫ്രം കോമ്പൻഡിയം നമുക്ക് എക്സസൈസ് 2 അല്ലെങ്കിൽ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസോ വി വിൽ ഡിസ്കസ്. ഓക്കെ, അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.